Good morning, guys. Today we are moving to our second module. So, ഇന്ന് നമുക്ക് ആ ഒരു സെക്കൻഡ് മൊഡ്യൂളിൻ്റെ അകത്തുള്ള ഓരോ ടോപ്പിക്കിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് നോക്കാം. നിങ്ങൾക്കുള്ള 4 മൊഡ്യൂൾ, അതായത് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് 4 മൊഡ്യൂളാണ് പഠിക്കാനുള്ളത്. ആ 4 മൊഡ്യൂളിൽ ഏറ്റവും സിമ്പിൾ മൊഡ്യൂൾ എന്ന് പറയുന്നത് തന്നെ ഈ സെക്കൻഡ് മൊഡ്യൂളാണ്. അപ്പം അതിൻ്റെ അകത്ത് ആ ഒരു ടോപ്പിക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കേ. അപ്പം നിങ്ങൾക്ക് കുറച്ചൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ടോട്ടൽ അതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്ന ടോപ്പിക്കിനെ ഞാൻ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സോയിൽ വാട്ടർ ആണ്. സോയിൽ വാട്ടറും അത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ്. ദെൻ ദ സെക്കൻഡ് വൺ ഈസ് അബൌട്ട് സ്ട്രെസ്. തേർഡ് വൺ ഈസ് അബൌട്ട് പെർമിയബിലിറ്റി ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് കോമ്പാക്ഷൻ. അപ്പോൾ ഈ 4 ടോപ്പിക്കാണ് ശരിക്കും ഈ ഒരു മൊഡ്യൂളിൻ്റെ അകത്തേക്ക് വരുന്നത്. അപ്പം ഇതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുള്ളതാണ് അല്ലേ. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലെ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് ഓഫ് ദ സോയിൽ പഠിച്ചപ്പോൾ അതിൻ്റെ അകത്ത് പെർമിയബിലിറ്റിയും കോമ്പാക്ഷനും ഷിയർ സ്ട്രെങ്തും ഒക്കെ ജസ്റ്റ് നമ്മളൊന്ന് പറഞ്ഞു പോയ കാര്യങ്ങളാണ്. അപ്പോൾ ഈ 4 ടോപ്പിക്കാണ് ഈ ഒരു മൊഡ്യൂളിൻ്റെ അകത്തേക്ക് വന്നിരിക്കുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ടോപ്പിക്, അതായത് സോയിൽ വാട്ടർ ആൻഡ് ക്ലാസിഫിക്കേഷനിലേക്ക് തന്നെ പോകാം. ആ ഒരു ടൈം, അതായത് സോയിൽ വാട്ടർ എന്ന് പറഞ്ഞൊരു ടൈം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. വാട്ടർ പ്രസൻറ്റ് ഇൻ ദ സോയിൽ, അതാണ് സോയിൽ വാട്ടർ എന്ന് നമുക്ക് പെട്ടെന്ന് ആ ഒരു ടൈം കേൾക്കുമ്പോൾ മനസ്സിലാവും. പക്ഷെ കുറച്ചും കൂടെ സ്പെസിഫൈ ചെയ്ത് പറയുകയാണ് എങ്കിൽ ദ വാട്ടർ പ്രസൻറ്റ് ഇൻ ദ വോയിഡ് സ്പേസസ് ഓഫ് എ സോയിൽ മാസ് ഈസ് കോൾഡ് സോയിൽ വാട്ടർ. അതായത് നമ്മളൊരു ഫീൽഡ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ട് ഒരു സോയിൽ, കുറച്ച് സോയിലുള്ള സ്ഥലം കൺസിഡർ ചെയ്യുമ്പോഴത്തേനും ആ സോയിലിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ ഇടയ്ക്കുള്ള സ്പേസസ്, വോയിഡ്സ്, അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള പോർ സ്പേസസിൻ്റെ അകത്ത് കാണപ്പെടുന്ന വാട്ടറിനെയാണ് നമ്മൾ സോയിൽ വാട്ടർ എന്ന് പറയുന്നത്. And this soil water can be again classified into two. First one is gravitational water and the second one is held water. രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് ഗ്രാവിറ്റേഷണൽ വാട്ടറും രണ്ട് ഹെൽഡ് വാട്ടറും. ഇനി ആ ഗ്രാവിറ്റേഷണൽ വാട്ടറിനെ തന്നെ വീണ്ടും നമുക്ക് ഫ്രീ വാട്ടർ എന്നും കാപ്പിലറി വാട്ടർ എന്നും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ദെൻ ഹെൽഡ് വാട്ടറിനെ നമുക്ക് സ്ട്രക്ചറൽ വാട്ടർ എന്നും അഡ്സോർബ്ഡ് വാട്ടർ എന്നും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇനി ആ ഗ്രാവിറ്റേഷണൽ വാട്ടറിൻ്റെ അകത്ത് തന്നെ നമ്മളൊരു ക്ലാസിഫിക്കേഷനാണ് ഫ്രീ വാട്ടർ. ആൻഡ് ദാറ്റ് ഫ്രീ വാട്ടർ അഗൈൻ ക്ലാസിഫൈഡ് ഇൻ ടു ഫ്രീ സർഫസ് വാട്ടർ ആൻഡ് ഗ്രൗണ്ട് വാട്ടർ. ഇതാണ് ആ ഒരു സോയിൽ വാട്ടറിൻ്റെ ക്ലാസിഫിക്കേഷൻ. സോ വി ക്യാൻ മൂവ്സ് ടു ദ ഗ്രാവിറ്റേഷണൽ വാട്ടർ. അപ്പോൾ ഈ ഒരു ഗ്രാവിറ്റേഷണൽ വാട്ടർ എന്താണെന്നും അതിൻ്റെ കുറച്ച് ക്ലാസിഫിക്കേഷൻ ഉണ്ട് അല്ലേ, അതിന് കുറച്ചധികം ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ അത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ ഈസ് ഗ്രാവിറ്റേഷണൽ വാട്ടർ എന്താണെന്നും. അതും ആ ഒരു ടൈം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലേ. ദ വാട്ടർ വിച്ച് ഈസ് ഫ്രീ ടു മൂവ് ത്രൂ വോയിഡ്സ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി. അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന വാട്ടറിനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ വാട്ടർ എന്ന് പറയുന്നത്. ആ മൂവ് ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോഴും എവിടെ കൂടെയാണ്? സോയിൽ മാസിൽ കൂടെയാണ് അല്ലേ. സോയിലിൻ്റെ വോയിഡ് സ്പേസ് അല്ലെങ്കിൽ ആ ഒരു പോർ സ്പേസിൽ കൂടെ മൂവ് ചെയ്യാൻ പറ്റുന്ന വാട്ടറാണ്. അപ്പം അത് ഫ്രീലി മൂവ് ചെയ്യുമ്പം എപ്പോഴും ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഗ്രാവിറ്റേഷണൽ വാട്ടർ എന്ന് പറയാൻ പറ്റും. ഇനി ഈ ഗ്രാവിറ്റേഷണൽ വാട്ടറിനെയാണ് നമ്മൾ വീണ്ടും എന്തായിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്? ഒന്ന് ഫ്രീ വാട്ടറായിട്ടും രണ്ട് കാപ്പിലറി വാട്ടറായിട്ടും. അപ്പോൾ ഈ ഫ്രീ വാട്ടറിനെ തന്നെ നമുക്ക് ബൾക്ക് വാട്ടർ എന്നും കൂടെ ഒരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. ബട്ട് നിങ്ങൾ ഫ്രീ വാട്ടർ ആൻഡ് കാപ്പിലറി വാട്ടർ എന്ന് ഗ്രാവിറ്റേഷണൽ വാട്ടറിനെ നമ്മൾ അഗെയിൻ ക്ലാസിഫൈ ചെയ്തു. ഇനി ഈ ഫ്രീ വാട്ടർ എന്ന് പറയുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതായത് ഗ്രാവിറ്റിയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഹെഡ്, അതായത് ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടാവും എന്ന് പറയാം അല്ലേ. അതായത് ഇപ്പം റിവറൊക്കെ ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയാ? ഒരു സ്ലോപ്പ് ഉള്ളത് കൊണ്ടല്ലേ. ഹയർ ആയിട്ടുള്ള റീജിയണിൽ നിന്ന് ലോവർ ആയിട്ടുള്ള റീജിയണിലേക്ക് അത് ഫ്ലോ ചെയ്യുന്നു. അപ്പം ഈ ഒരു ഹൈറ്റ് ഡിഫറൻസ് അല്ലെങ്കിൽ ആ ഒരു ലെവൽ ഡിഫറൻസ് വരുമ്പോൾ തന്നെ അവിടെ ഒരു പ്രഷർ ഡിഫറൻസും വരുന്നുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ഈ ഒരു ഹൈറ്റ് ഡിഫറൻസ് ഒരു പ്രഷർ ഡിഫറൻസ് എന്ന് പറയാൻ പറ്റും ഈ ഒരു ഡിഫറൻസും ഉണ്ട്, അല്ലെങ്കിൽ ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ
വാട്ടർ മൂവ് ചെയ്യുന്നതാണ് ഫ്രീ വാട്ടർ എന്ന് പറയുന്നത്. അപ്പം അതിന് ലിക്വിഡ് വാട്ടറിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ആ വാട്ടറിന് ഉണ്ടാവും. ഓക്കെ, സോ ഈ ഫ്രീ വാട്ടറിനെ തന്നെ വീണ്ടും ഫ്രീ സർഫസ് വാട്ടർ എന്നും ഗ്രൗണ്ട് വാട്ടർ എന്നും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതും നിങ്ങൾക്ക് ആ ഒരു ടേം കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. ഫ്രീ സർഫസ് വാട്ടർ എന്ന് പറയുമ്പോഴത്തേനും ശരിക്കും അത് സർഫസ് ആണ്, സോയിലിൻ്റെ സർഫസിൽ കൂടെ മൂവ് ചെയ്യുകയാണ്. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം റെയിൻ വാട്ടർ, മഴ പെയ്യുമ്പം ഉള്ള ഒരു വാട്ടർ, റെയിൻ വാട്ടർ, ദെൻ റൺ ഓഫ്, ദെൻ മെൽറ്റിംഗ് ഓഫ് ഐസ് കൊണ്ടുണ്ടാവുന്ന വാട്ടർ, ദെൻ സ്നോഫോള്. ഇതെല്ലാം സോയിലിൻ്റെ സർഫസിൽ കൂടെ ഫ്ലോ ചെയ്യുമ്പോഴത്തേനുമാണ് നമ്മൾ അതിനെ ഫ്രീ സർഫസ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ശരിക്കും ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസും ഉണ്ടാവും. അതിൻ്റെ കൂടെ ആ ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഹെഡ്, അതായത് ലെവൽ ഡിഫറൻസിൻ്റെ ഒരു ഇൻഫ്ലുവൻസും അവിടെ ഉണ്ടാവും. ദെൻ ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുമ്പോഴോ അത് ശരിക്കും സബ് സർഫസിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന വാട്ടറാണ്. സർഫസിലൂടെ ഉള്ളതിനെ ഫ്രീ വാട്ടർ എന്നും, അതേസമയം ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുമ്പോൾ അത് സബ് സർഫസിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന വാട്ടറാണ്. അതായത് നമ്മുടെ സോയിലിൻ്റെ അകത്തുള്ള വോയിഡ്സ് അല്ലെങ്കിൽ സ്പേസിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന വാട്ടർ. ഓക്കെ, ഇനി ദെൻ ആ ഗ്രാവിറ്റേഷണൽ വാട്ടറിൻ്റെ ഫ്രീ വാട്ടർ ആൻഡ് കാപ്പിലറി വാട്ടർ. അപ്പം അത് ആ ഫ്രീ വാട്ടറിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് കാപ്പിലറി വാട്ടർ. അപ്പോൾ കാപ്പിലറി വാട്ടർ എന്ന് പറയുമ്പോഴത്തേനും അത് സസ്പെൻഡഡ് കണ്ടീഷനിൽ കാണപ്പെടുന്നതാണ്. സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞൊരു ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസിൽ അത് സസ്പെൻഡഡ് ആയിട്ട് കാണപ്പെടുന്നു. അതായത് ഫ്ലോ ചെയ്യുന്നത് പ്രോപ്പർട്ടി കുറവാണ്, ഫ്ലോയിങ് പ്രോപ്പർട്ടി കുറവാണ്, സസ്പെൻഡഡ് സ്റ്റേജിൽ കാണപ്പെടുന്ന വാട്ടറാണ് കാപ്പിലറി വാട്ടർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് ഹെൽഡ് വാട്ടർ. അപ്പോൾ ഈ ഹെൽഡ് വാട്ടർ എന്ന് പറയുമ്പോഴത്തേനും ശരിക്കും അതിന് ഫ്ലോ ചെയ്യാൻ, അതായത് ഫ്രീലി ഫ്ലോ ചെയ്യാനോ മൂവ് ചെയ്യാനോ ഉള്ള പ്രോപ്പർട്ടി ഇല്ല. ഓക്കെ, ഹെൽഡ് ടുഗദർ എന്നൊക്കെ പറയുമ്പോൾ എന്താ എൻ്റെ മീനിങ്? ഒരു സ്ഥലത്ത് ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുന്നു അല്ലേ? അപ്പം ഹെൽഡ് വാട്ടർ എന്ന് പറയുമ്പോഴത്തേനും ആ ഒരു വോയിഡ് സ്പേസ് അല്ലെങ്കിൽ പോർ സ്പേസസിലോ അല്ലെങ്കിൽ ആ സോയിൽ മാസിൻ്റെ അകത്തൊക്കെ കയറി ഇങ്ങനെ ഇരിക്കുന്ന വാട്ടർ, അതാണ് ഹെൽഡ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പം ഇതിനൊരു മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഇല്ല, അതൊരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. ഫ്രീ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഫ്രീ ഫ്ലോയോ മൂവ്മെൻറ്റോ ഒന്നും തന്നെ ഇല്ല. ദെൻ ഇതിങ്ങനെ ഇരിക്കാനുള്ള റീസൺ, അതായത് ഈ വാട്ടറിനെ ആ ഒരു സോയിൽ പോർസിൽ ഹെൽഡ് ചെയ്ത് വെക്കുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ആണ്. അപ്പം ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ വാട്ടർ മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനും വാട്ടർ മോളിക്യൂൾസും സോയിൽ പാർട്ടിക്കിൾസും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനും അതിന് കാരണമാണ്. ദെൻ ഈ ഹെൽഡ് വാട്ടർ ക്യാൻ ബി അഗൈൻ ക്ലാസിഫൈഡ് ഇൻ ടു സ്ട്രക്ചറൽ വാട്ടർ ആൻഡ് അഡ്സോർബ്ഡ് വാട്ടർ. സ്ട്രക്ചറൽ വാട്ടർ എന്നും അഡ്സോർബ്ഡ് വാട്ടർ എന്നും നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിൽ സ്ട്രക്ചറൽ വാട്ടർ എന്ന് പറയുമ്പോഴത്തേനും ആ ഒരു സോയിലിൻ്റെ പാർട്ടിക്കിൾ ഫോം ചെയ്യുന്ന ടൈമിൽ ആ പാർട്ടിക്കിളിൻ്റെ ഉള്ളിലേക്ക് വാട്ടർ അബ്സോർബ്ഡ് ആയിട്ടുണ്ടെങ്കിൽ, ആ വാട്ടർ അതിൻ്റെ അകത്തേക്ക് കയറിയിട്ട് ആ ഒരു സോയിൽ പാർട്ടിക്കിൾ ഫോം ചെയ്തെങ്കിൽ അതിനെ നമ്മൾ സ്ട്രക്ചറൽ വാട്ടർ എന്ന് പറയുന്നു. അതായത് ആ ഒരു സോയിൽ പാർട്ടിക്കിളുമായിട്ട് അത് കെമിക്കലി കമ്പൈൻ ചെയ്തു. പിന്നെ നമുക്കത് ഒരിക്കലും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഓവൻ ഡ്രൈ ചെയ്താലോ ഇവാപ്പറേഷൻ ചെയ്താലോ ഒന്നും നമുക്ക് ആ ഒരു സോയിലിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ അകത്തുനിന്ന് നമുക്ക് ആ വാട്ടറിനെ എടുത്ത് കളയാൻ പറ്റത്തില്ല. അത് അതിൻ്റെ ഒരു പാർട്ടായി കഴിഞ്ഞു, കെമിക്കലി കമ്പൈൻ ചെയ്ത് അതിൻ്റെ ഒരു സ്ട്രക്ചറിൻ്റെ ഭാഗമായി കഴിഞ്ഞു. സോ അതാണ് സ്ട്രക്ചറൽ വാട്ടർ എന്ന് പറയുന്നത്. അഡ്സോർബ്ഡ് വാട്ടർ എന്ന് പറയുമ്പോഴത്തേനും അതെന്താ, അത് ആ സർഫസിലേക്ക് അബ്സോർബ് ചെയ്ത്, അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഇത് സർഫസ് ഫിനോമിനൻ ആണ്. അതായത് ആ ഒരു സർഫസിലേക്ക് കയറിയിരിക്കുന്ന ഒരു സോയിൽ പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ സർഫസിൽ ഉള്ള വോയിഡ്സിലേക്ക് കയറിയിരിക്കും. സോയിൽ പാർട്ടിക്കിൾസിൻ്റെ ഇടയ്ക്കത്തെ സ്പേസിലല്ല, ആ സോയിൽ പാർട്ടിക്കിൾസിൻ്റെ സർഫസിലേക്ക് കയറിയിരിക്കുന്നതാണ് അഡ്സോർബ്ഡ് വാട്ടർ എന്ന് പറയുന്നത്. ആൻഡ് ഈസ് ഓൾസോ കാൾഡ് ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ എന്ന് പറയുന്നു. സോ നെക്സ്റ്റ് ഒരു ഫിഗർ നോക്കുക. അപ്പം അതിൻ്റെ അകത്ത് ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ.
ജസ്റ്റ് സൂം ചെയ്ത് നിങ്ങൾ നോക്കുക. അപ്പോൾ ഈ ഹൈഗ്രോസ്കോപ്പിക് വാട്ടറിനെ തന്നെയാണ് നമ്മൾ അഡ്സോർബ്ഡ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്താ സംഭവം? ആ ഒരു സോയിൽ മാസിൻ്റെ അകത്തുള്ള ഓരോ ചെറിയ ചെറിയ സോയിൽ പാർട്ടിക്കിൾസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ബ്രൗൺ കളറ്. ദെൻ അതിൻ്റെ അകത്തുള്ള വോയിഡ് സ്പേസസ് ആണ് ആ വൈറ്റ് കളർ കാണപ്പെടുന്നത്. ദെൻ അതിൻ്റെ അകത്തുള്ള വാട്ടർ ആണ് ആ ബ്ലൂ കളറിൽ കാണിച്ചേക്കുന്നത്. സോ നമുക്ക് ഫസ്റ്റ് കാണിച്ചേക്കുന്ന ഫിഗർ ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ ആണ്, അല്ലെങ്കിൽ അതിനെ നമുക്ക് അഡ്സോർബ്ഡ് വാട്ടർ എന്ന് പറയാൻ പറ്റും. അപ്പോൾ അത് കണ്ടോ, ആ ഇരിക്കുന്ന സോയിൽ പാർട്ടിക്കിൾസിൻ്റെ സർഫസിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന വാട്ടറിനെയാണ് നമ്മൾ ഹൈഗ്രോസ്കോപ്പിക് അല്ലെങ്കിൽ അഡ്സോർബ്ഡ് വാട്ടർ എന്ന് പറയുന്നത്. അത് അവിടെ അറ്റാച്ച് ചെയ്ത് അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ, അതൊരിക്കലും മൂവ് ചെയ്യത്തില്ല, ഫ്ലോ ചെയ്യാനും പോകുന്നില്ല. ഓക്കെ, ദെൻ നടുക്ക് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കാപ്പിലാരി വാട്ടർ ആണ്. അപ്പോൾ ഈ കാപ്പിലറി വാട്ടർ എന്ന് പറയുമ്പം അത് കുറച്ചും കൂടെ ആ ഒരു വോയിഡ് സ്പേസസിൽ കുറച്ചും കൂടെ ഒന്ന് മൂവ് ചെയ്ത് നടക്കുന്നുണ്ട്. അതായത് ഫ്ലോ ചെയ്യുന്നില്ല, പക്ഷെ ജസ്റ്റ് സറൗണ്ടിങ്സിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്യാനും ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യാനും ഉള്ള പ്രോപ്പർട്ടീസ് ഉള്ളതാണ് കാപ്പിലറി വാട്ടർ എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് കൊടുത്തേക്കുന്നത് ഗ്രാവിറ്റേഷണൽ വാട്ടർ ആണ്. ഗ്രാവിറ്റേഷണൽ വാട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും ഫ്രീ വാട്ടറും ഫ്രീ സർഫസ് വാട്ടറും ഒക്കെ അതിൻ്റെ അകത്തേക്ക് വരും, ഗ്രൗണ്ട് വാട്ടറൊക്കെ. അത് ഇപ്പം സർഫസിലാണേലും സബ് സർഫസിലാണേലും ആ വോയിഡ് സീ കൂടെയൊക്കെ വളരെ നന്നായിട്ട് ലിക്വിഡ്, ഏത് ലിക്വിഡ് വാട്ടർ ആണേലും ഫ്ലോ ചെയ്യുന്ന പോലെ തന്നെ വളരെ ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന വാട്ടറിനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. സോ ഫിഗർ ഒന്നും കൂടെ നോക്കാം. സോ നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് സ്ട്രെസ് കണ്ടീഷൻ ഇൻ സോയിൽ. അപ്പോൾ ഈ സ്ട്രെസ് എന്ന് പറഞ്ഞൊരു ടേം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. സ്ട്രെസ് ഈസ് ഈക്വൽ ടു എന്താണ്? സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. നമ്മളൊരു പർട്ടിക്കുലർ സ്ഥലത്തേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പം അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ടാണ് നമുക്ക് സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. അപ്പോൾ നമ്മളിവിടെ ഒരു സോയിലിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ശരിക്കും അവിടെ വരുന്ന ഫോഴ്സ്, അതായത് അണ്ടർലൈങ് സോയിൽ, ഇപ്പോൾ ഒരു ഡെപ്തിൽ കിടക്കുന്ന ഒരു സോയിൽ നമ്മൾ ഫൗണ്ടേഷൻ എടുക്കുന്ന പോലെ ഒരു ഡെപ്തിലേക്ക് നോക്കുമ്പോഴത്തേനും അവിടെ വരുന്ന സോയിലിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും അവിടുത്തെ അണ്ടർലൈങ് സോയിലിൽ വരുന്ന ഒരു ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അതിൻ്റെ മുകളിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് വെക്കുന്ന ഈ സ്ട്രക്ചറിൻ്റെ ഒക്കെ വെയിറ്റ് ആണ്. അതായത് ഇപ്പം നമ്മുടെ ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്, നമ്മൾ താമസിക്കുന്ന വീട്, അല്ലെങ്കിൽ നമ്മുടെ കോളേജ്, ബ്രിഡ്ജ്, ഡാം, എന്തോ ആയിക്കോട്ടെ, ഇപ്പം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ്. അപ്പം അതിൻ്റെ അടിവശത്തിരിക്കുന്ന സോയിൽ, അണ്ടർലൈങ് സോയിലിന് വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു സ്ട്രക്ചറിൻ്റെ വെയിറ്റ് ആണ്. ആ താഴോട്ട് ചെല്ലുന്ന വെയിറ്റ് ആണ് ആ സോയിലിന് കിട്ടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി അല്ലെങ്കിൽ എന്ത് പറയാൻ പറ്റും? ഇതിൻ്റെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന സോയിലിൻ്റെ വെയിറ്റ് ആയിരിക്കും അടുത്ത അതിൻ്റെ താഴെ ഇരിക്കുന്ന സോയിലിന് കിട്ടുന്ന ആ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? ആ ഒരു സെൽഫ് വെയിറ്റ്, അതായത് സോയിലിൻ്റെ സെൽഫ് വെയിറ്റും പിന്നെ അതിൻ്റെ മുകളിലിരിക്കുന്ന ആ ഒരു സ്ട്രക്ചറിൻ്റെ വെയിറ്റും ആയിരിക്കും ഈ താഴേക്കിരിക്കുന്ന സോയിലിന് കിട്ടുന്ന ആ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പം സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വെയിറ്റിനെയാണ് നമ്മൾ ഈ സോയിൽ സ്ട്രെസ്സിൻ്റെ കേസിൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പം നോക്കിക്കേ, സ്ട്രെസ്സസ് ആർ ഇൻഡ്യൂസ്ഡ് ഇൻ എ സോയിൽ മാസ് ഡ്യൂ ടു ദ വെയിറ്റ് ഓഫ് ഓവർലൈങ് സോയിൽ. അതായത് മുകളിൽ കിടക്കുന്ന സോയിലിൻ്റെ വെയിറ്റും പിന്നെ ഡ്യൂ ടു ദ അപ്ലൈഡ് ലോഡ്. ഈ അപ്ലൈഡ് ലോഡാണ് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കൺസ്ട്രക്ട് ചെയ്ത് വെക്കുന്ന സ്ട്രക്ചറിൻ്റെ, അതായത് ബ്രിഡ്ജ് ആണെങ്കിൽ അതിൻ്റെ ലോഡ്, റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ അതിൻ്റെ ലോഡ്, ഈ ലോഡുകളെല്ലാം നമ്മൾ കൊടുക്കുന്ന വെയിറ്റ് എല്ലാം അതിൻ്റെ അകത്തേക്ക് വരുന്ന ഫോഴ്സസ് ആണ്. ഇനി ഈ സോയിലിൻ്റെ സ്ട്രെസ് നമ്മൾ എന്തിനാണ് കണ്ടുപിടിക്കുന്നത്? അപ്പോൾ ആ സോയിൽ സ്ട്രെസ് കണ്ടീഷൻസ് ആർ റിക്വയർഡ് ഫോർ ദ ഫസ്റ്റ് വൺ, ഒന്ന് സ്റ്റെബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, സ്റ്റെബിലിറ്റി അനാലിസിസ് ഓഫ് ദ സോയിൽ മാസിന് വേണ്ടി, 2 ഫൗണ്ടേഷൻ്റെ സെറ്റിൽമെൻറ്റ് അനാലിസിസിന് വേണ്ടിയിട്ട്, 3 ഡിറ്റർമിനേഷൻ ഓഫ് എർത്ത് പ്രഷറിന് വേണ്ടിയിട്ട്. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ സോയിലിൻ്റെ സ്ട്രെസ് കണ്ടീഷൻസ് കണ്ടുപിടിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു ടോപ്പിക് ഉള്ളത് ജിയോസ്റ്റാറ്റിക് പ്രഷർ ആണ്, അല്ലെങ്കിൽ ജിയോസ്റ്റാറ്റിക് സ്ട്രെസ്സസ് ആണ്. സോ ജിയോ വേർഡ് മീനിങ് അറിയാമല്ലോ, നിങ്ങൾ പഠിക്കുന്നത് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. സോ ജിയോ മീൻസ് ദ സ്ട്രെസ് ദാറ്റ് റിലേറ്റഡ് വിത്ത് സോയിൽ, ജിയോസ്റ്റാറ്റിക് സ്ട്രെസ്. അപ്പോൾ ജിയോസ്റ്റാറ്റിക് സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു, ഒരു സോയിൽ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് 2 ടൈപ്പ്
സ്ട്രെസ് അല്ലെങ്കിൽ 2 ടൈപ്പ് ഫോഴ്സ് ആണ് അതിൻ്റെ അകത്തേക്ക് വരുന്നത്. അതായത് സ്ട്രെസ് ഉണ്ടാവാനുള്ള ഫോഴ്സ് 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ അതിൻ്റെ ഓവർലൈങ് സോയിലിൻ്റെ വെയിറ്റ്. സെക്കൻഡ് വൺ നമ്മൾ കൊടുക്കുന്ന അപ്ലൈഡ് ലോഡ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്ട്രക്ചറിൻ്റെ വെയിറ്റ്. അപ്പോൾ ഇതാണ് 2 റീസൺസ്. അപ്പോൾ ജിയോസ്റ്റാറ്റിക് സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഓവർലൈങ് സോയിലിൻ്റെ, അതായത് ആ മുകളിലിരിക്കുന്ന സോയിലിൻ്റെ വെയിറ്റ്, അതായത് സോയിലിൻ്റെ സെൽഫ് വെയിറ്റ് കാരണം താഴോട്ടുണ്ടാവുന്ന ആ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജിയോസ്റ്റാറ്റിക് സ്ട്രെസ് എന്ന് പറയുന്നത്. സെൽഫ് വെയിറ്റ് ഓഫ് ദ സോയിൽ കാരണം ഉണ്ടാവുന്ന സ്ട്രെസ്സിനെ നമ്മൾ ജിയോസ്റ്റാറ്റിക് സ്ട്രെസ് എന്ന് പറയുന്നു. അതിൽ നമ്മൾ ഒരിക്കലും അപ്ലൈഡ് ലോഡ് കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, സോ ഇനി നോക്കിക്കേ ആ ഒരു ഡെഫിനിഷൻ. വെൻ ദ ഗ്രൗണ്ട് സർഫസ് ഈസ് ഹൊറിസോണ്ടൽ, ഗ്രൗണ്ട് സർഫസ് ലെവൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആണെങ്കിൽ അപ്പം അതിൻ്റെ പ്രോപ്പർട്ടീസ് ഓഫ് ദ സോയിൽ ഡു നോട്ട് ചേഞ്ച് അലോങ് ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ. അതായത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ളൊരു പ്ലെയിൻ, ഒരു ഫീൽഡ് നിങ്ങൾ കൺസിഡർ ചെയ്യുക. അപ്പം അവിടുത്തെ സോയിലിൻ്റെ പ്രോപ്പർട്ടീസ് ഹൊറിസോണ്ടലി ചേഞ്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഒരു എൻഡിൽ സോയിൽ സാൻഡ് ആണെന്ന് വെക്കുക, ഈ സാൻഡ് തന്നെ ആയിരിക്കും ഇവിടം തൊട്ട് അങ്ങേ അറ്റം വരെയും. ഇനി അതിൻ്റെ ഡെൻസിറ്റി, അതിൻ്റെ പാർട്ടിക്കിൾ സൈസ്, അതിൻ്റെ പെർമിയബിലിറ്റി, കംപ്രസിബിലിറ്റി, ഇതെല്ലാം ഇങ്ങേ അറ്റം തൊട്ട് അതിൻ്റെ അങ്ങേ അറ്റം വരെ കംപ്ലീറ്റ് ആയിട്ടും ഒരേപോലെ ആണ് എങ്കിൽ, അതായത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ അതൊരിക്കലും ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ ആ അവിടുത്തെ സോയിലിൻ്റെ സെൽഫ് വെയിറ്റ് കൊണ്ട്, അതായത് മുകളിലുള്ള സോയിൽ, ഓവർലൈങ് സോയിലിൻ്റെ സെൽഫ് വെയിറ്റ് കാരണം അതിൻ്റെ അണ്ടർലൈങ് സോയിലിലേക്ക് പോകുന്ന ആ ഒരു സ്ട്രെസ്സിനെയാണ് നമ്മൾ ജിയോസ്റ്റാറ്റിക് സ്ട്രെസ് എന്ന് പറയുന്നത്. സോയിലിൻ്റെ സെൽഫ് വെയിറ്റ് കൊണ്ടുണ്ടാവുന്ന സ്ട്രെസ്, നമുക്ക് സിമ്പിളി അങ്ങനെ പറയാം. ഓക്കെ, സോയിലിൻ്റെ സെൽഫ് വെയിറ്റ് കൊണ്ടുണ്ടാവുന്ന സ്ട്രെസ്സിനെ നമുക്ക് ജിയോസ്റ്റാറ്റിക് സ്ട്രെസ് എന്ന് പറയാം. ഈ സ്ട്രെസ്സിൻ്റെ അകത്ത് നമ്മൾ ഒരിക്കലും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡ്, അതായത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രക്ചറിൻ്റെ വെയിറ്റ് കൺസിഡർ ചെയ്യില്ല. ദാറ്റ് ഈസ് വാട്ട് കോൾഡ് ജിയോസ്റ്റാറ്റിക് സ്ട്രെസ്. ഇനി അതിനൊരു ഇക്വേഷൻ ഉണ്ട്. നമുക്ക് ആ ഒരു വെയിറ്റ് ഓഫ് ദ സോയിൽ മാസ് അല്ലെങ്കിൽ സെൽഫ് വെയിറ്റ് ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞു ഇല്ലേ, സെൽഫ് വെയിറ്റ്. ഈ സെൽഫ് വെയിറ്റ് ഓഫ് ദ സോയിൽ മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഗാമ, അതായത് യൂണിറ്റ് വെയിറ്റ് ഓഫ് ദ സോയിൽ ഇൻ ടു നമ്മൾ കൺസിഡർ ചെയ്യുന്ന അത്രയും സ്ഥലത്തിൻ്റെ ഒരു വോളിയം. ഓക്കെ, എത്ര ഡെപ്ത് ആണോ അല്ലെങ്കിൽ എത്ര ഏരിയ ആണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ വോളിയം ആണ് വി. അപ്പം വെയിറ്റ് ഓഫ് ദ സോയിൽ മാസ് ഈസ് ഈക്വൽ ടു യൂണിറ്റ് വെയിറ്റ് ഓഫ് ദ സോയിൽ ഗാമ ഇൻറ്റു വോളിയം വി. ഇനി ആ വോളിയത്തിന് പകരം നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? വോളിയം ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്ന് കൊടുക്കാമല്ലോ. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏരിയ ഇൻറ്റു നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഡെപ്ത്. ആ ഡെപ്തിനാണ് നമ്മൾ എച്ച് എന്ന് കൊടുത്തേക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഇസഡ് എന്നോ ഡി എന്നോ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഗാമ ഇൻറ്റു വിക്ക് പകരം ഗാമ ഇൻറ്റു വോളിയത്തിന് പകരം ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. സോ സെൽഫ് വെയിറ്റ് ഓഫ് ദ സോയിൽ ഈസ് ഈക്വൽ ടു ഗാമ ഇൻറ്റു എ ഇൻറ്റു എച്ച് എന്ന് നമുക്ക് കിട്ടി. ഇനി സ്ട്രെസ്സിൻ്റെ ജനറൽ ഇക്വേഷൻ എന്താണ്? സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണെന്ന് നിങ്ങൾക്കറിയാം. സോ ഇവിടെ നമ്മൾ ജിയോസ്റ്റാറ്റിക് സ്ട്രെസ് അല്ലെങ്കിൽ സോയിലിൻ്റെ സ്ട്രെസ് പഠിക്കുമ്പോഴത്തേനും അവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ഈസ് ഈക്വൽ ടു നമ്മൾ കൊടുക്കുന്ന അപ്ലൈഡ് ലോഡ് അല്ലെങ്കിൽ സെൽഫ് വെയിറ്റ് ഓഫ് ദ സോയിൽ. ഇനി ജിയോസ്റ്റാറ്റിക് സ്ട്രെസ് വരുമ്പോഴത്തേനും നമ്മളവിടെ സെൽഫ് വെയിറ്റ് ഓഫ് ദ സോയിൽ മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ. അപ്പം എന്തായി? ആ ഫോഴ്സിന് പകരം സെൽഫ് വെയിറ്റ് ഓഫ് ദ സോയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഡിവൈഡഡ് ബൈ ഏരിയ നമ്മൾ അതുപോലെ എടുത്തെഴുതി. ഇനി നമുക്ക് ഏരിയ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഏരിയ ഉണ്ട്. സോ അത് ക്യാൻസൽ ചെയ്ത് കളയാം. അങ്ങനെയാണെങ്കിൽ സ്ട്രെസ് ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? ഗാമ ഇൻറ്റു എച്ച് എന്ന് കിട്ടി. ചില ടെക്സ്റ്റുകളിൽ ഗാമ ഇൻറ്റു ഇസഡ് എന്ന് കൊടുക്കാറുണ്ട്. ഈ ഇസഡ് അല്ലെങ്കിൽ എച്ച് അല്ലെങ്കിൽ ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫീൽഡിൽ എത്ര ഡെപ്തിലുള്ള സ്ട്രെസ് ആണോ നമ്മൾ കണ്ടുപിടിക്കുന്നത്, അതാണ് ആ ഡെപ്ത്. ദെൻ ഗാമ എന്ന് പറയുന്നത് യൂണിറ്റ് വെയിറ്റ് ഓഫ് ദ സോയിൽ ആണ്. ദെൻ സ്ട്രെസ്സിന് നമ്മൾ ശരിക്കും സിഗ്മ എന്ന് പറഞ്ഞൊരു ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം ജിയോസ്റ്റാറ്റിക് സ്ട്രെസ് സിഗ്മ ഇസ് ഈക്വൽ ടു ഗാമ ഇൻറ്റു എച്ച്. So next one is total pressure.
ഇപ്പൊ ടോട്ടൽ പ്രഷർ എന്ന് പറയുമ്പോഴത്തേനും സിമ്പിൾ ആണ്. ഇനി കുറച്ച് ചെറിയ കാര്യമുള്ളൂ. ടോട്ടൽ പ്രഷർ എന്ന് പറയുമ്പോഴത്തേനും ഈ ജിയോസ്റ്റാറ്റിക് പ്രഷറിൽ അല്ലെങ്കിൽ ജിയോസ്റ്റാറ്റിക് സ്ട്രെസ്സിൽ നമ്മൾ സെൽഫ് വെയിറ്റ് കൊണ്ടുള്ള സ്ട്രെസ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലെ, സോയിൽ സെൽഫ് വെയിറ്റ് കാരണം ഉണ്ടാവുന്ന സ്ട്രെസ് മാത്രം. ഇനി ആ സോയിലിന്റെ സെൽഫ് വെയിറ്റ് കൊണ്ടുള്ള സ്ട്രെസ്സും അതിൻ്റെ കൂടെ നമ്മുടെ എക്സ്റ്റേണലി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡ്സ്, നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ട്രക്ചറിന്റെ വെയിറ്റും രണ്ടും കൂടെ ചേർത്ത് നമ്മൾ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിനെയാണ് ടോട്ടൽ സ്ട്രെസ് അല്ലെങ്കിൽ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അതായത് സെൽഫ് വെയിറ്റ് ഓഫ് ദ സോയിലും നമ്മുടെ അപ്ലൈഡ് ഫോഴ്സ്, എക്സ്റ്റേണലി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് അല്ലെങ്കിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത സ്ട്രക്ചറിന്റെ വെയിറ്റും കൂടെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ടോട്ടൽ സ്ട്രെസ് അല്ലെങ്കിൽ ടോട്ടൽ പ്രഷർ. ദെൻ ന്യൂട്രൽ സ്ട്രെസ്. അപ്പം ന്യൂട്രൽ സ്ട്രെസ് എന്ന് പറയുമ്പോഴത്തേനും അതിനെ പോർ വാട്ടർ പ്രഷർ എന്ന് മറ്റൊരു പേരിട്ട് വിളിക്കുന്നുണ്ട്. ന്യൂട്രൽ സ്ട്രെസ് അല്ലെങ്കിൽ പോർ വാട്ടർ പ്രഷർ. അപ്പോൾ പോർ വാട്ടർ പ്രഷർ അല്ലെങ്കിൽ ന്യൂട്രൽ സ്ട്രെസ് എന്ന് പറയുമ്പോഴത്തേനും എന്താണ്, ഈ സെൽഫ് വെയിറ്റ്, സോയിലിന്റെ സെൽഫ് വെയിറ്റ് കൊണ്ടുണ്ടാവുന്ന സ്ട്രെസ്സും പിന്നെ ടോട്ടൽ സ്ട്രെസ് അപ്ലൈഡ് ലോഡ് കൊണ്ടുണ്ടാവുന്ന സ്ട്രെസ്സും അല്ലാണ്ട് ഇതിൻ്റെ ഇടയ്ക്കുള്ള വാട്ടർ ഉണ്ടല്ലോ, സോയിൽ സർഫസിൻ്റെ അകത്ത് അല്ലെ സോയിലിൻ്റെ ആ മാസിൻ്റെ അകത്തുള്ള വോയിഡ് സ്പേസിൻ്റെ ഇടയ്ക്കിരിക്കുന്ന വാട്ടർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ്. അപ്പോൾ അതാണ് ന്യൂട്രൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ആ ഒരു വാട്ടറിൻ്റെ പ്രഷർ കാരണം, പോർ വാട്ടർ പ്രഷർ കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്സിനെ നമുക്ക് ന്യൂട്രൽ സ്ട്രെസ് എന്ന് പറയാൻ പറ്റും. ആൻഡ് ഈ ന്യൂട്രൽ സ്ട്രെസ്സിനെ നമ്മൾ യു എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ആൻഡ് ദ യു ഇസ് ഈക്വൽ ടു ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച്. അതായത് യൂണിറ്റ് വെയിറ്റ് ഓഫ് ദ വാട്ടർ ഇൻറ്റു എച്ച്. അപ്പോൾ യു ഈസ് ദ ന്യൂട്രൽ സ്ട്രെസ് ഓർ പോർ വാട്ടർ പ്രഷർ ആൻഡ് ഗാമ ഡബ്ല്യു ഈസ് ദ യൂണിറ്റ് വെയിറ്റ് ഓഫ് ദ വാട്ടർ ആൻഡ് എച്ച് ഈസ് ദ ഡെപ്ത് ഓഫ് സോയിൽ മാസ്. അപ്പോൾ ഗാമ ഡബ്ല്യു എന്ന് പറയുമ്പോഴത്തേനും ഗാമ ഡബ്ല്യു സഫിക്സ് ആണ്. ഇത്രയും ക്ലിയർ ആണല്ലോ. ദെൻ നെക്സ്റ്റ് വരുന്നത് എഫക്റ്റീവ് പ്രഷർ ആണ്. എഫക്റ്റീവ് പ്രഷർ എന്ന് പറയുമ്പോഴത്തേനും ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടോട്ടൽ സ്ട്രെസ് ആൻഡ് ന്യൂട്രൽ സ്ട്രെസ്. അപ്പോൾ ഈ ഒരു എഫക്റ്റീവ് പ്രഷർ എന്ന് പറയുന്നത് ഈ ടോട്ടൽ പ്രഷറിൻ്റെയും ന്യൂട്രൽ പ്രഷർ അല്ലെങ്കിൽ ടോട്ടൽ സ്ട്രെസ്സിൻ്റെയും ഒരു പോർ വാട്ടർ പ്രഷറും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എഫക്റ്റീവ് പ്രഷർ എന്ന് പറയുന്നത്. ആൻഡ് ഈ എഫക്റ്റീവ് പ്രഷറിനെ നമുക്ക് ഇന്റർഗ്രാനുലാർ പ്രഷർ എന്നും പറയാൻ പറ്റും. ഓക്കെ, സോ ഇത്രയും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക, എന്നിട്ട് വായിച്ചു നോക്കുക. ഓക്കെ, താങ്ക് യു.